Hi dears, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓട്സും ആപ്പിളും കൊണ്ടുണ്ടാക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കിത് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഓട്സ് അരക്കപ്പളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഒരു ആപ്പിള് ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മധുരത്തിന് പകരം പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം ഇതാ ഇവിടെ ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 8 എണ്ണമൊക്കെ ആക്കി എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ 60 ml പാലെടുത്തിട്ടുണ്ട്. പാൽ റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ, തണുത്ത പാലെടുക്കരുത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്തൊരു ജാറിലേക്ക് ഞാനിപ്പോൾ ഇതാ ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആപ്പിൾ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് ഈ ഓട്സിലേക്ക് അങ്ങിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം ഒരു 8 എണ്ണമൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇനി കുറച്ച് മധുരം അതിൽ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഒരു 3 ഈന്തപ്പഴം ചേർത്താലും മതിയാവും. പിന്നെ ഇത് കുതിർത്തെടുത്ത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചേർക്കുന്നത് 60 ml പാലാണ്. 60 ml പാൽ എന്ന് പറയുമ്പോൾ കറക്റ്റ് 1/4 കപ്പ് നിറയെ എടുക്കുക, അതാണ് കേട്ടോ ആ ഒരു കണക്ക്. അതുപോലെ തന്നെ നല്ല തണുത്ത പാലൊന്നും ഒഴിക്കരുത്, സാധാ റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങടിച്ചെടുക്കാം കേട്ടോ. ഇതാ കണ്ടോ, ഇതുപോലെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങടിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തതിന് ശേഷം ഫുള്ളിലിട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറോ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഏതെങ്കിലും ഒന്ന് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ട് തന്നെ എല്ലാം കൂടി മിക്സ് ആകുന്ന വിധത്തിൽ ഒന്നും കൂടി അങ്ങ് അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് എല്ലാതും ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ട് ഞാൻ 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ബീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കേക്ക് നമുക്ക് മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിലേക്ക് ഒരൊറ്റ മുട്ട ചേർത്ത് കൊടുത്താൽ മതി. അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കണം. എന്നിട്ട് നമുക്ക് മിക്സിയിൽ എല്ലാം കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരിച്ചിരി വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക, മുട്ടയുടെ സ്മെല്ലൊക്കെ മാറി കിട്ടാനായിട്ട്. ഞാനിപ്പോൾ ഇതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല, ഇതുപോലെ ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിസ്താഷ്യോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ പംകിൻ സീഡ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഹെൽത്തിയാണ്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ആദ്യം ഒഴിച്ച പാത്രത്തിൽ ഇട്ട് മിക്സ് ചെയ്യൊന്നും വേണ്ട, ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം മേലിൽ നമുക്ക് കുറച്ച് ഇതൊക്കെ താഴത്തെ ഉള്ളിൽ പോയി പോകും. അപ്പം നമുക്ക് മേലെ കുറച്ച് കാഷ്യൂസും അതുപോലെ തന്നെ ചോക്കോ ചിപ്സും കൂടെ മേലെയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് അങ്ങ് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇത് എല്ലായിടത്തേക്കും ഒന്നാവുന്ന വിധത്തിൽ, അപ്പോൾ ഒന്ന് ലെവലായിട്ട് കിട്ടും. ഇനി ഇതാ ഞാൻ ആദ്യം പ്രീഹീറ്റ് ചെയ്ത് 5 മിനിറ്റ് 150 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള എയർ ഫ്രയറിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് 20 മിനിറ്റ് 150 ഡിഗ്രിയിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ. ഒരു പിന്നെ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക വെന്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാനും വേണ്ടിയിട്ട്. ഇപ്പോൾ ദാ എനിക്ക് കറക്റ്റ് 20 മിനിറ്റ്സ് ആണ് ആയിട്ടുള്ളത്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സ്പോഞ്ചാണ് കേട്ടോ, നല്ല സൂപ്പർ സോഫ്റ്റാണ്, അത്രയ്ക്ക് സോഫ്റ്റാണിത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചൂടാറിയതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് കണ്ടോ, ഈ ചോക്കോ ചിപ്സിൻ്റെ അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഒക്കെ ടേസ്റ്റായിട്ട് നല്ല അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.